SFIക്കാരുടെ പുതിയ സമര രീതി വന്നിട്ടുണ്ട്. ബ്ലേഡ് വിപ്ലവമാണ്. അതായത് സമരത്തിനെത്തുന്ന ഒരു സഖാവിന് ഒരു ബ്ലേഡ് വീതം SFI വിതരണം ചെയ്യും. ഇത് വെച്ച് പോലീസിനെ ആക്രമിക്കുക, ബാരിക്കേഡ് കെട്ടിവെച്ചിരിക്കുന്ന കയറ് മുറിക്കുക, ഇല്ലെങ്കിൽ പോലീസ് അടിച്ചിട്ട് ചോര വന്നില്ലെങ്കിൽ സ്വന്തം ശരീരം മുറിച്ച് ചോര വരുത്തുക ഇത്യാദി കലാപ്രവർത്തനങ്ങളാണ് SFI പ്രോത്സാഹിപ്പിക്കുന്നത്. കലാപ്രവർത്തനമോ കലാപപ്രവർത്തനമോ? കലാപപ്രവർത്തനം. അവർക്ക് കലയാണല്ലോ കലാപം. അവരുടെ കലാപമാണ് കല. അവർക്ക് അങ്ങനെയാണ്. കലാപം നടത്തുന്ന ഒരു കലയായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഏതായാലും രമേശ് ചെന്നിത്തല കണക്കിന് പരിഹസിച്ചിട്ടുണ്ട്. തോക്കുള്ള പോലീസിൽ എന്തിനാണോ ബ്ലേഡ് എന്നാണ് ചോദിച്ചത്. പ്രിയൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കലാപ്രവർത്തനം ഒന്നും നടത്താൻ പറ്റാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു തലമുറ അങ്ങ് പോയി, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാണ്ട്. 10 വർഷമാണ് ഒരു തലമുറ എന്ന് പറയുന്നത്. ഒരു തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഭരണം CPM നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിഞ്ഞൂടാ. അതെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്തൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ആയിപ്പോയി. മറ്റേത് കൂച്ചി വിലങ്ങിട്ട് വെച്ചിരിക്കുന്നു. ആകെ ചെയ്യാൻ പറ്റിയത് ചില ജീവൻ രക്ഷാപ്രവർത്തകർ പൂച്ചട്ടി എടുത്തടിക്കുക, കരിങ്കൊടി കാണിക്കുന്നവർ പൂച്ചട്ടി എടുത്തടിക്കുക, ഹെൽമെറ്റ് എടുത്തടിക്കുക എന്നുള്ള കലാപ പരിപാടികൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് സമരമുഖത്തേക്ക് ഇറങ്ങുന്നതും. കണ്ടില്ലേ പിണറായി സഖാവ് 200 ml കുപ്പിയിൽ 100 ml ഒരു ചീത്ത വെള്ളമൊക്കെ ആയിട്ട് ചെളിവെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് എന്തൊരു ഘോരം പ്രവർത്തനമായിരുന്നു. ഇത് തന്നെയല്ലേ ഞങ്ങളുടെ മേത്തേക്ക്. എനിക്ക് സംശയം, ഈ വാട്ടർ ക്യാനൻ ചീറ്റിക്കല്ലേ അതിനിടയ്ക്ക് കുപ്പിയും കൊണ്ട് ഒരു വെള്ളം പിടിക്കുന്നു. അല്ല, അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മള് സമരത്തിന് പോകുമ്പോഴേ വരുൺ എന്ന് പറഞ്ഞ ഇതിന്ന് വരുണാസ്ത്രം തൊടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വരുൺ എന്ന് പറഞ്ഞതിൽ നിന്നാണ് അടിക്കുക. അപ്പൊ ഇവരുടെ വിചാരം നമ്മൾ വായും തുറന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കാം. അത്രയും ആവശ്യത്തിൽ വെയിലത്ത് മുദ്രാവാക്യം ഒക്കെ വിളിച്ചു വരുമ്പോഴാണ് ഇവർ വരുന്ന വെള്ളം ചീറ്റിക്കുക. ഉടനെ നമ്മൾ ഇങ്ങനെ പൊത്തണം. എങ്ങാനും അറിയാണ്ട് നമ്മളുടെ ഇതിൽ കയറിയാൽ ശരിക്കും പറഞ്ഞാൽ അഴുക്ക് വെള്ളമാണ് കേട്ടോ. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിയിലുണ്ടാവും. ഞാൻ പലപ്പോഴും അവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സിനും സാർ എന്ത് വെള്ളമാണ്. പിന്നെ എനിക്ക് ചില സന്തോഷം തോന്നുന്നു, എൻ്റെ ഡിവിഷനിൽ കിടക്കുന്ന കാനയിൽ നിന്നുള്ള വെള്ളങ്ങളാണ്. അപ്പോൾ കാന കോരാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഒരു സമരം കഴിയുമ്പോഴേക്കും കാനയിലെ പകുതി വെള്ളം തീരും. പിന്നെ അത് പല സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് നമ്മളുടെ ഡ്രസ്സിലേക്കൊക്കെ പോകുന്നതിന് തിരിച്ചങ്ങോട്ടേക്ക് പോവില്ല. ഞാനും കുപ്പിയിൽ കോരിയെടുത്ത് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. നമ്മൾ BJPയുടെ ആൾക്കാരാണ്, നമുക്ക് ഭരണമില്ല. പക്ഷേ ഇദ്ദേഹം അടിച്ച് വിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും പദവിയിലിരിക്കുന്നത്. അവർക്ക് അതേ ചെയ്യാൻ അറിയുള്ളൂ. പിന്നെ മാത്രമല്ല, ഒരു വരുന്ന വണ്ടിയിൽ നിന്ന് എത്ര ലിറ്റർ വെള്ളം വേണം, ശുദ്ധജലം. ഈ ചൊറിച്ചിൽ വന്നിട്ട് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആവാറുണ്ട് ഞങ്ങൾ. ഭയങ്കരമായിട്ട് ശരീരം ചൊറിയാൻ തുടങ്ങും. ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവർ വിചാരിച്ചു പോലീസിനെ നമുക്കൊന്ന് മാന്താം എന്നൊക്കെ വിചാരിച്ചു. പണ്ട് പ്രിയൻ നമ്മൾ ഇത്രയൊന്നും ഓപ്പണായിട്ട് ഈ അരാജകാവസ്ഥ ഇല്ലാത്ത സൗഹൃദങ്ങൾ നിൽക്കുന്ന സമയത്ത് തിയേറ്ററിലൊക്കെ ഞങ്ങൾ പെൺകുട്ടികൾ 5-6 പേര് ഒരുമിച്ചുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടുള്ളൂ. വിളിച്ചൊക്കെ ചോദിക്കും ഇവരുണ്ടോ എന്നൊക്കെ. പുറകിലിരുന്ന് പുറകിലിരുന്ന് പതുക്കെ തോണ്ടുമ്പോൾ ഞങ്ങൾ സേഫ്റ്റി പിൻ കയ്യിൽ വെച്ചിരിക്കും. അത് വെച്ച് ടിക്കുന്നൊരു കുത്തു കൊടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രതിരോധ മാർഗം. കോളേജിൽ പഠിക്കുമ്പോൾ 80കളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം പിന്നെ എല്ലാം ഒരു തുറന്ന മട്ടിൽ. ഞാനിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴും ഗിരിനഗറിൽ ഒരു മതിലിൻ്റെ മുകളിലിരുന്ന് യുവമിഥുനങ്ങൾ നല്ല ഇതിലിരിക്കുകയാണ്. മതിലുകൾ ഇപ്പോൾ ഇവർക്കുള്ള താവളങ്ങൾ, ഇവരുടെ ഇരിപ്പിടങ്ങളായി. പാർക്കിലെ ബെഞ്ചൊക്കെ പോലെയാണ് മതിലിൻ്റെ മുകളിൽ കയറി കയ്യിലൊരു ഡ്രിങ്കും വെച്ചിട്ടുണ്ട്, കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നത്. അസൂയ ഉണ്ടാവാം. നമുക്കിങ്ങനെയൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ പ്രായത്തിലെങ്ങനെ മതിലിൻ്റെ മുകളിലൊന്നും വെടഞ്ഞു കയറാനും പറ്റൂല. പ്രിയൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒട്ടുസൂചിയായിരുന്നു ഞങ്ങളുടെ ആയുധം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കയ്യിൽ നമുക്ക് ഒതുക്കത്തിൽ പിടിക്കാവുന്ന കാര്യമാണ് ബ്ലേഡ്. പ്രത്യേകിച്ചും ബ്ലേഡ് നടുക്ക് കൂടെ മുറിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൃത്യമായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ വരയുവാണെങ്കിൽ അതിൻ്റെ അറ്റം കൊണ്ട് മാത്രമേ വരയാൻ പറ്റുള്ളൂ. ഈ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. നടുക്ക് മുറിച്ച് കഴിഞ്ഞാൽ ആ മൂർച്ചയുള്ള ഭാഗം മാത്രം പുറത്തേക്ക് നിർത്തും. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് പോലീസ്. പലരും IAS ഒക്കെ പാസ്സായിട്ട് വന്നേക്കാം. അല്ലെങ്കിലും പോലീസ് അക്കാഡമിയിൽ ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ പോലീസിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രമേശ് ചെന്നിത്തല ഒരു ലാത്തിയിരിക്കണോ, ഒരൊറ്റ അടി മതി. ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ കുട്ടികൾ അയ്യോ എന്നും പറഞ്ഞ് വേദന കൊണ്ടല്ലേ അങ്ങനെ കരയുന്ന സമയത്ത് എന്തിനാണ് ബ്ലേഡ് വെച്ചൊക്കെ മുറിക്കാൻ പോകണം? ഒരൊറ്റ അടി കൊടുത്താൽ പിന്നെ അവൻ്റെ പണി കാണൂല. ശരിക്കും ആത്മാർത്ഥമായിട്ട് അടിക്കുകയാണെങ്കിൽ അതിനാണല്ലോ ഒരു ലാത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ SFI കുട്ടികളുടെ ഈ നാടകങ്ങൾ
ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് മുറിച്ചിട്ട്, സ്വന്തമായിട്ട് ശരീരത്തിൽ മുറിവുണ്ടാക്കിയിട്ട് പോലീസുകാർ ഞങ്ങളെ ഇങ്ങനെ പൂട്ടിയെന്നൊക്കെ പറയാൻ ആ ഒരു ഗ്രേഡ് താണ് ചിന്തിക്കാനായിട്ട് SFIയുടെ കുട്ടികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആരാ? 900-ഉം 9,000 തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ശിവൻകുട്ടി അപ്പൂപ്പനാണ്. അദ്ദേഹം കാണിച്ചിരിക്കുന്ന കുറെ കളികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മേശയുടെ മുകളിൽ ഡാൻസ്, പാട്ടും, എന്നിട്ട് ബോധം കെട്ട് വീഴുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ വലിച്ചടിക്കുന്നു, നിലത്ത് കളയുന്നു, അതിൻ്റെ ഒന്നും കേസ്. അതും കൂടെ നമ്മളുടെ VD സതീശൻ മുഖ്യമന്ത്രി അയക്കുന്ന സാഹചര്യത്തിൽ ആ കേസുകൾക്കും കൂടെ ജീവൻ കൊടുക്കണം. അത് പബ്ലിക് മണിയാണ്, നമ്മുടെ പൈസയാണ്. ഇദ്ദേഹം വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച കാര്യങ്ങൾ ഇത്രയും കൊല്ലമായിട്ടും പലപ്പോഴും പൊങ്ങി വന്നിട്ടും അത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസുകളും കൂടെ പുറത്തേക്ക് എടുക്കണം. SFI കുട്ടികളുടെ കളി തുടങ്ങാൻ പോകുന്നില്ലോ അല്ലേ ചിപ്രിയൻ? അതെ, SFI കുട്ടികളുടെ കളി നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചേച്ചി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. VD സതീശൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് ഈ പറയുന്ന ശിവൻകുട്ടി, P ജയരാജനൊക്കെ കൂടെ സ്പീക്കറുടെ കസേര അടക്കം എടുത്തു തള്ളി കളഞ്ഞ ആ പ്രവൃത്തി എന്ന് പറയും. പക്ഷേ SFIയെ നയിക്കുന്നത് ഇതേ ബുദ്ധി തന്നെയാണ്. പറഞ്ഞത് കറക്റ്റാണ്. ഈ പറയുന്ന SFIക്കാരെ നയിക്കുന്ന ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന അവരുടെ നേതാക്കൾ തന്നെ നിയമസഭയിൽ കാണിച്ചതിൻ്റെ ഒരു മാതൃക അവർ പെരുവഴിയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ പറയുന്ന കത്തി, ഈ പറയുന്ന ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ ബാരിക്കേഡിലെ വടമാണ് മുറിക്കുന്നത്. ഈ വടം മുറിച്ചു കഴിഞ്ഞാൽ ബാരിക്കേഡിനെ വലിച്ചെടുത്ത് മാറ്റാൻ കഴിയും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സുരക്ഷയില്ല. നേരെ സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് കയറാൻ കഴിയില്ല, നിയമസഭയ്ക്ക് അകത്തേക്ക് കയറാൻ കഴിയും. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തോന്നിവാസമാണ്. ഈ നിയമസഭയിൽ കാണിച്ചത് തന്നെ SFI പിള്ളേർ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനകത്തും കാണിക്കുമെന്നുള്ളത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. വരുന്ന പ്രവർത്തകരൊക്കെ മൊബൈൽ ഓൺ ചെയ്ത് വെക്കണം, എല്ലാവരും അത് കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ SFI കുട്ടികളും ചെയ്യട്ടെ. ഇവര് പോലീസ് അവരെ വരയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്യാമറയിൽ അത് പതിയുമല്ലോ. അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്ന, അവിചാരിതമായിട്ട് വരുന്നൊരു മുറിവ് വരുമ്പോൾ നമ്മൾ അയ്യോ എന്ന് കരഞ്ഞു പോകും. എത്ര ധീര വീര യോദ്ധാവാണെങ്കിൽ പോലും അവിചാരിതമായി അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ തടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചോര വരുമ്പോഴൊക്കെ പേടിക്കുക അല്ലെങ്കിൽ പോലും ഒന്ന് ഇതായിപ്പോവും, ശബ്ദം വന്നു പോവും അല്ലേ? അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ, ഒരു ക്യാമറയിലും ഇത് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവർ തന്നെ രഹസ്യമായിട്ട് സ്വയമായി മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് വേണ്ട ഞാൻ മുറിക്കാൻ പോവാടാ, ഞാൻ വരയ്ക്കാൻ പോവാടാ, നേരത്തെ തീരുമാനിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസാണ് SFIക്കാരുടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനിക്കുന്ന ഒരു സംഗതി. അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്. അവിടെ നിന്നാണ് എല്ലാം തീരുമാനിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ അവിടെ ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കും ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകുക. ഇനിയിപ്പോൾ പോലീസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ 7-8 പേരെ മഫ്തിയിൽ വിടുക, അവരുടെ കയ്യിൽ വീഡിയോ ഉണ്ടാക്കിയിട്ട്. പുതിയ പോലീസ് ഓഫീസേഴ്സ് ആകുമ്പോൾ അവർ വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ ഓഫീസേഴ്സാണോ എന്ന് മനസ്സിലാവില്ല. അവർ വീഡിയോ എടുത്തോണ്ട് നിൽക്കട്ടെ, അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലോ. കോക്രോച്ച് ജനതാ പാർട്ടിയോട് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായി, എല്ലാവരുടെ കയ്യിലും വീഡിയോ ഉണ്ടായിരുന്നു. 4-3-7 പേരേ ഉള്ളൂ. 4-3-7 പേരും വീഡിയോ തന്നെ എടുത്തേക്കുന്നത്. പക്ഷെ വീഡിയോയിൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇവർ വളരെ ആകാംക്ഷാഭരിതരായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് കാത്തു നിന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള എന്താ പറയുന്നത്, ചെറിയ ചെറിയ മുറിവുണ്ടാക്കി മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കാര്യങ്ങൾ ഒന്നും നടക്കില്ല. വീട്ടിൽ ചെല്ലുമ്പോഴും ഹീറോ ആയില്ലേ. ഇവരുടെയൊക്കെ അച്ഛനമ്മമാരും കുറച്ച് CPM അനുഭാവികളോ, അയ്യോ എൻ്റെ പൊന്നുമോൻ്റെ കയ്യിൽ ഒരു മുറിവ് പറ്റി, ഇത് കണ്ടോ, ഞാൻ ഈ കുട്ടിയെ കണ്ടോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ തങ്കേടത്തി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് അവനൊരു വീര പരിവേഷം കൊടുക്കാനും പറ്റില്ല. ഇതൊക്കെ ഇവിടെ ഒന്നും നടക്കില്ല. ഇതൊക്കെ മടുത്തു ആൾക്കാർക്ക്. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്? PM ശ്രീ ആരാ തുടങ്ങി വെച്ചത്? പിണറായി സഖാവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച് അതിൻ്റെ എല്ലാം ഒപ്പിട്ട് കൊടുത്ത്, ഇവിടുന്ന് സെക്രട്ടറി ആയിട്ടുള്ള അനുപമയായിരുന്നോ സെക്രട്ടറി, എന്തായാലും ഇവിടുത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഒപ്പിട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും തീർച്ചയാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടൊരു കണ്ടിന്യൂഷനാണ് ഗവൺമെൻറ്. LDFും UDF എന്ന് പറഞ്ഞാലും മാറി മാറി ഭരിച്ചെങ്കിലും എടുത്തിരിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ മാറ്റിമറിക്കുവാൻ പുതുതായിട്ട് വരുന്ന സർക്കാരിന് അവകാശമില്ല. അത് ശരിയാണല്ലോ, കണ്ടിന്യൂറ്റി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ സമരം ചെയ്യുമ്പോൾ
വിരൽ ചൂണ്ടുന്നത് പിണറായി സഖാവിന് നേരെ തന്നെയാണെന്നും കൂടെ ഓർക്കണം. എന്നിട്ട് വേണം ബ്ലേഡ് മേടിക്കാൻ. ഇല്ലാത്ത കാശ് കൊടുത്ത് ഇവരെയൊക്കെ പഠിപ്പിക്കാനാണല്ലോ വീട്ടിൽ നിന്ന് പോകണേ. ബ്ലേഡിനൊക്കെ നല്ല വിലയുണ്ടാവുമല്ലോ പ്രിയൻ, ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ അതൊക്കെ മേടിച്ച് സ്വന്തം കയ്യിൽ മുറിവുണ്ടാക്കി അത് ടെറ്റ്നസ്സായി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, എഴുതാൻ പറ്റാത്ത അവസ്ഥയായി, പരീക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ നേതാക്കന്മാർ നടത്തി വച്ചിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു. അതിൻ്റെയൊക്കെ പുറകിൽ ഹിഡൻ അജണ്ടയുണ്ട്. അവർക്ക് കാശുണ്ടാക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുഖജനാവിന് പൈസ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ നന്നായി പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേക്ക്. എന്നാൽ മാത്രമേ ഒപ്പിട്ടാൽ മാത്രമല്ലേ സെൻറ്ററിൽ നിന്നുള്ള പൈസ വരികയുള്ളൂ. അങ്ങനെയും ആയിരിക്കും. കുട്ടികൾ പഠിക്കട്ടെ എന്നേ, അവരെന്താണ് ലോകമെന്ന് അറിയട്ടെ, നല്ല നല്ല സിലബസ് വരട്ടെ, നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരട്ടെ, അവരൊരു വിശ്വപൗരന്മാരായി വളരട്ടെ. അല്ലാണ്ട് ആക്രമികളും ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നവരൊന്നും അല്ലാണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിച്ച് ലോക നിലവാരത്തിലേക്ക് അവർ വരട്ടെ. ഞങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും എന്ന് വിചാരിക്കൂ SFI കുട്ടികളെ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.